നമസ്കാരം. PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സരസ്വതി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. നമുക്ക് ഒരു കോൺവെക്സ് ലെൻസിൽ പ്രതിബിംബം രൂപീകരിക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4-5 പോയിൻ്റ് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ആ പോയിൻ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ, അതായത് വസ്തു അകലെ വെച്ചാൽ പ്രതിബിംബം എവിടെ കിട്ടും, അതുപോലെ വസ്തു ഫോക്കസിൽ വെച്ചാൽ പ്രതിബിംബം എവിടെ കിട്ടും, അല്ലെങ്കിൽ വസ്തു ഫോക്കസിനും സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഇടയിൽ വെച്ചാൽ പ്രതിബിംബം എവിടെ കിട്ടും എന്നൊക്കെ അറിയണമെങ്കിൽ ഈ 4-5 പോയിൻ്റ് നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വരച്ച് എവിടെയാണ് പ്രതിബിംബം കിട്ടുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി കണ്ടു. ഒരു പ്രകാശരശ്മി ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോകണിച്ചത് ഒരു വ്യതിയാനവും ഇല്ലാണ്ട് നേരെ പോവും. അവിടെ ഡീവിയേഷൻ അല്ലെങ്കിൽ വ്യതിചലനം ഉണ്ടാവില്ല. അപ്പോൾ ഒപ്റ്റിക് സെൻറ്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി ഒരു വ്യതിയാനവും ഇല്ലാണ്ട് കടന്നു പോകും. അതുപോലെ ഇവിടെയാണെങ്കിലും അതെ കണ്ടു, ഒരു വ്യതിയാനവും ഇല്ലാണ്ട് കടന്നു പോകും. അപ്പോൾ കണ്ടു, ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിക്ക് യാതൊരു വ്യതിയാനവും സംഭവിക്കില്ല. ഇനി നോക്കൂ, രണ്ടാമത്തേത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുഖ്യാക്ഷത്തിന് സമാന്തരമായ പ്രകാശരശ്മി കണ്ടു ലെൻസിൽ തട്ടി റിഫ്രാക്ഷൻ സംഭവിച്ച് കണ്ടു ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഇനി ഇവിടെയാണെങ്കിൽ സമാന്തരമായ പ്രകാശരശ്മി കോൺകേവ് ലെൻസ് ആണെങ്കിൽ അതിൽ തട്ടി റിഫ്രാക്ഷൻ സംഭവിച്ച് അകന്നു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഈ മുഖ്യാക്ഷത്തിലെ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. കണ്ടു, ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. അപ്പോൾ കോൺകേവ് ലെൻസ് ആണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ മുഖ്യാക്ഷത്തിന് സമാന്തരമായ പ്രകാശരശ്മി ലെൻസിൽ തട്ടി റിഫ്രാക്ഷൻ സംഭവിച്ച് അകന്നുപോയി. പക്ഷെ അത് ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. അതാണ് ഈ കുത്തിട്ട് വരച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഇനി അടുത്തത് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന ഒരു പ്രകാശരശ്മി. ഇതിൻ്റെ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന ഒരു പ്രകാശരശ്മി ലെൻസിൽ ഫോക്കസിൽ നിന്ന് വരുന്ന പ്രകാശരശ്മി കണ്ടു ലെൻസിൽ തട്ടി അപവർത്തനം സംഭവിച്ച് കണ്ടോ മുഖ്യാക്ഷത്തിന് സമാന്തരമായിട്ട് കണ്ടു പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട് പോകും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ 5 ശരിക്കും 3 പോയിൻറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വസ്തു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിബിംബം എവിടെയാണ് ഉണ്ടാവണമെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതായത് ഒപ്റ്റിക് സെൻറ്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി വ്യതിയാനമൊന്നും ഇല്ലാണ്ട് പോകണു. കോൺവെക്സ് ലെൻസിലായാലും കോൺകേവ് ലെൻസിലായാലും കണ്ടു പ്രകാശിക കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിക്ക് വ്യതിയാനമില്ല. ഇനി മുഖ്യാക്ഷത്തിന് സമാന്തരമായ പ്രകാശരശ്മി ലെൻസിൽ കൂടെ കടന്ന് റിഫ്രാക്ഷൻ സംഭവിച്ച് ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കും. ഇവിടെ കോൺകേവ് ലെൻസിൻ്റെ കേസിലാണെങ്കിൽ മുഖ്യാക്ഷത്തിന് സമാന്തരമായ പ്രകാശരശ്മി കോൺകേവ് ലെൻസിൽ തട്ടി റിഫ്രാക്ഷൻ സംഭവിച്ച് അകന്നു പോകും. പക്ഷെ അത് ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. ഇനി ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി കോൺവെക്സ് ലെൻസിൽ തട്ടി റിഫ്രാക്ഷൻ സംഭവിച്ച് മുഖ്യാക്ഷത്തിന് സമാന്തരമായിട്ട് പോകും. അപ്പോൾ ഈ 3 പോയിൻറ്റുകളും നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ വസ്തു എവിടെ വച്ചാൽ എവിടെ പ്രതിബിംബം കിട്ടും എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് ലെൻസിൽ കൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഇതറിയുകയാണെങ്കിൽ നമുക്ക് വസ്തു എവിടെ വച്ചാൽ പ്രതിബിംബം എവിടെ കിട്ടുന്നത് നമുക്കിതിൽ 2 അല്ലെങ്കിൽ 3 ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ലെൻസ് പ്രതിബിംബം രൂപീകരിക്കുന്ന വിധം ഇപ്പം നമ്മൾ ആദ്യം വസ്തു അനന്തതയിൽ, അതായത് ഇൻഫിനിറ്റിയിൽ വളരെ അകലെയാണ്, അതാണ് അനന്തത എന്ന് പറയുന്നത്. വസ്തു വളരെ അകലെയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളെല്ലാം ഈ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ മുഖ്യാക്ഷത്തിന് സമാന്തരമായിരിക്കും. അപ്പോൾ വസ്തു ഇൻഫിനിറ്റിയിലാണെങ്കിൽ അകലെയാണെങ്കിൽ അപ്പോൾ ഈ ഇതിനെ റിഫ്രാക്ഷൻ സംഭവിച്ച് ലെൻസിൽ തട്ടി റിഫ്രാക്ഷൻ സംഭവിച്ച് പ്രതിബിംബം ഫോക്കസിൽ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ദൂരം ഫോക്കൽ ലെങ്ത്. അപ്പോൾ വസ്തു അനന്തതയിലാണെങ്കിൽ ആ വസ്തുവിൽ നിന്നുള്ള അനന്തതയിൽ നിന്നുള്ള പ്രകാശരശ്മികൾ മുഖ്യാക്ഷത്തിന് സമാന്തരമായിരിക്കും. അപ്പോൾ കോൺവെക്സ് ലെൻസ് അതിനെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കും. ആ ബിന്ദുവിൽ
അതായത് ഫോക്കസ്, ആ ബിന്ദു എന്ന് പറയുന്നത് ഫോക്കസാണ്. അപ്പോൾ ഫോക്കസിൽ നമുക്ക് പ്രതിബിംബം കിട്ടുക. അപ്പോൾ വസ്തു ഇൻഫിനിറ്റിയിലാണെങ്കിൽ പ്രതിബിംബം ഫോക്കസിൽ. വസ്തു 2F വയ്ക്കുകയാണെങ്കിൽ നോക്കൂ, കണ്ടു 2F എന്ന് പറഞ്ഞാൽ ഫോക്കൽ ദൂരത്തിൻ്റെ ഇരട്ടി. അപ്പോൾ 2F വയ്ക്കുകയാണെങ്കിൽ OB എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് വസ്തുവിനെ കാണിക്കാൻ. ഇനി വസ്തുവിൽ നിന്നുള്ള ഒരു പ്രകാശരശ്മി ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്നത് യാതൊരു വ്യതിയാനവും ഇല്ലാണ്ട് കടന്നു പോകണം, കണ്ടു. ഇനി മറ്റൊരു പ്രകാശരശ്മി നേരത്തെ പറഞ്ഞ പോലെ മുഖ്യഅക്ഷത്തിന് സമാന്തരമായത് ലെൻസിൽ തട്ടി റിഫ്രാക്ഷൻ സംഭവിച്ച് ഫോക്കസിൽ കൂടെ, കണ്ടു ഇതാണ് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. ഈ രണ്ട് പ്രകാശരശ്മികളും ഈ പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. അവിടെ നമുക്ക് പ്രതിബിംബം കിട്ടും. IM എന്ന് പറഞ്ഞാൽ പ്രതിബിംബം. അതെവിടെയാണ് കിട്ടണത്? 2F തന്നെയാണ്. ആ പ്രതിബിംബത്തിൻ്റെ സവിശേഷത എന്താ? തല കീഴായതാണ്. കണ്ടു, ഇവിടെ വസ്തു നിവർന്നായിരിക്കണത്. ആരോ മാർക്ക് മുകളിലല്ലേ, ഇത് കണ്ടു ആരോ മാർക്ക് താഴെ. തല കീഴായതും അതേ വലിപ്പവും യഥാർത്ഥവും റിയൽ, അതായത് ശരിക്കും കൂട്ടി യോജിച്ച് പ്രതിബിംബം കിട്ടുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥമാണ്. ഇവിടെ പ്രതിബിംബം ഫോക്കസിലാണ് കിട്ടുക, അത് യഥാർത്ഥമാണ് വസ്തു അനന്തതയിലാവുമ്പോൾ. ഇവിടെ വസ്തു നമ്മളിവിടെ ഇത്തിരി അനന്തതയിലാകുമ്പോൾ നമുക്ക് വസ്തുവിൻ്റെ വലിപ്പം നമുക്ക് ഇവിടെ ആവശ്യമില്ല, കണക്കാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണിത് പറയാനത്. ഇവിടെ കണ്ടു 2F പ്രതിബിംബവും 2F തന്നെ കിട്ടും. അതേ വലിപ്പം, തല കീഴായത് യഥാർത്ഥം 2F തന്നെ കിട്ടുകയും ചെയ്യും. നമുക്ക് അടുത്ത് നോക്കാം. ഇനി മൂന്നാമത്തെ കേസിൽ വസ്തു 2F അപ്പുറത്ത് വെച്ചാൽ, അപ്പോൾ ഇവിടെ വസ്തു കണ്ടു 2F ഇപ്പുറത്താണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു പ്രകാശരശ്മി മുഖ്യഅക്ഷത്തിന് സമാന്തരമായത് ലെൻസിൽ പതിച്ച് റിഫ്രാക്ഷൻ സംഭവിച്ച് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. വേറൊരു പ്രകാശരശ്മി ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോണത് വ്യതിയാനമൊന്നും ഇല്ലാണ്ട് നേരെ കടന്നു പോകുന്നു. ഈ രണ്ട് പ്രകാശരശ്മികളും ഈ പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. അതായത് Fൻ്റെയും 2Fൻ്റെയും ഇടയിൽ, കണ്ടോ ഇത് F, ഇത് 2F, ഇതിന് രണ്ടിൻ്റെ ഇടയിൽ. അപ്പോൾ അവിടെ നമുക്ക് ഈ കൂട്ടിമുട്ടിയ സ്ഥലത്ത് നമുക്ക് പ്രതിബിംബം കിട്ടും. അപ്പോൾ IM കണ്ടോ, ഇത് നോക്കോക്കോ, വസ്തുവിനേക്കാൾ ചെറുതാണ് പ്രതിബിംബം, തല കീഴായതാണ്. ഇത് നിവർന്നത് കണ്ടോ, ഇത് തല കീഴായത്, ചെറുത് തല കീഴായത്, അതുപോലെ യഥാർത്ഥം. കാരണം ഈ പ്രകാശരശ്മികൾ ശരിക്കും കൂട്ടിമുട്ടുണ്ട്, യോജിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥമാണ്. ഇനി ഇതുപോലത്തെ കുറച്ച് കേസുകളും കൂടി ഉണ്ട്. അത് ഞാൻ ഫിഗർ കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമ്മളിപ്പോൾ 3 കേസുകൾ കണ്ടു കഴിഞ്ഞു. ഒന്ന് വസ്തു അനന്തതയിലാണെങ്കിൽ, പിന്നെ 2 വസ്തു 2F വെച്ചാൽ, പിന്നെ മൂന്നാമത്തെ 2F അപ്പുറത്ത്. ഇനി നാലാമത്തെ കേസ് വസ്തു Fനും 2Fൻ്റെയും ഇടയിലാണെങ്കിൽ, നിങ്ങളിവിടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാം Fൻ്റെയും 2Fൻ്റെ ഇടയിൽ വസ്തു വെച്ചു. അപ്പോൾ ഒരു പ്രകാശരശ്മി മുഖ്യഅക്ഷത്തിന് സമാന്തരമായത് ലെൻസിൽ കൂടെ കടന്ന് അപവർത്തനം സംഭവിച്ച് പോകുന്നു. പിന്നെ മറ്റൊരു പ്രകാശരശ്മി ഒപ്റ്റിക് സെൻറ്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രത്തിൽ കൂടെ കടന്ന് അപവർത്തനം സംഭവിച്ചു പോകുന്നു. ഈ രണ്ട് പ്രകാശരശ്മികളും ഇവിടെ IM എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂട്ടിമുട്ടുന്നു. അവിടെ നമുക്ക് പ്രതിബിംബം കിട്ടുന്നു. അപ്പോൾ ഈ പ്രതിബിംബം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, വസ്തു Fനും 2Fൻ്റെ ഇടയിൽ വയ്ക്കുമ്പോൾ പ്രതിബിംബം 2Fൻ്റെ അപ്പുറത്താണ് കിട്ടണത്. പിന്നെ ഇനി യഥാർത്ഥമാണ്, ശരിക്കും കൂട്ടിമുട്ടിയിട്ട് തന്നെയാണ് കിട്ടണത്. അപ്പോൾ യഥാർത്ഥ പ്രതിബിംബമാണ്. പിന്നെ തല കീഴായതാണ്, കണ്ടു വസ്തു ആരോ മാർക്ക് മുകളിലേക്കാണ്, പ്രതിബിംബം കിട്ടി താഴോട്ടാണ്. അപ്പോൾ തല കീഴായതാണ്. ഇനി അതിൻ്റെ വലിപ്പമോ വസ്തുവിൻ്റെ വലിപ്പത്തേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇതാണ് നാലാമത്തെ. ഇനി അഞ്ചാമത്തെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വസ്തു Fൽ ഫോക്കസിലാണ്, അതായത് മുഖ്യ ഫോക്കസിലാണ് വസ്തു വയ്ക്കുന്നത്. അപ്പോൾ അവിടെ വസ്തു വയ്ക്കുമ്പോൾ ഈ ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു പ്രകാശരശ്മി മുഖ്യഅക്ഷത്തിന് സമാന്തരമായത് അപവർത്തനം കഴിഞ്ഞ് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. മറ്റൊരു പ്രകാശരശ്മി ഒപ്റ്റിക് സെൻറ്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രത്തിൽ കൂടെ കടന്നു പോണത് യാതൊരു വ്യതിയാനവും ഇല്ലാണ്ട് നേരെ പോണു. ഈ രണ്ട് പ്രകാശരശ്മികളും ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കൂട്ടിമുട്ടാതെ വരുമ്പോൾ നമ്മൾ പറയണത് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ഇൻഫിനിറ്റി അല്ലെങ്കിൽ അനന്തതയിലാണ്. അതായത് പ്രതിബിംബം രൂപപ്പെടുന്നില്ല എന്ന് പറയാം, കാരണം ഇത് സമാന്തരമായി കടന്നു പോകുന്ന കാരണം. അപ്പോൾ അനന്തതയിലാണെന്ന് നമുക്ക് പറയാം വേണമെങ്കിൽ, അത്ര തന്നെ. അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ കേസ്. ഇനി നമുക്ക് ആറാമത്തെ കേസ് നോക്കാം. വസ്തു ലെൻസിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ വസ്തു ലെൻസിൻ്റെയും ഫോക്കസിൻ്റെ ഇടയിൽ വയ്ക്കുമ്പോൾ ഇവിടെ
ചെറിയ വസ്തുവാണ്. ഒരു പ്രകാശരശ്മി മുഖ്യക്ഷത്തിന് സമാന്തരമായത് ലെൻസിൽ കൂടെ അപവർത്തനം കഴിഞ്ഞ് പോകുന്നു. മറ്റു പ്രകാശരശ്മി ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്നത് വ്യതിയാനമൊന്നും ഇല്ലാണ്ട് പോണു. ഈ രണ്ട് പ്രകാശരശ്മികൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല. പക്ഷേ അതിനെ നമ്മൾ പിന്നോട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ കണ്ടോ, പിന്നാക്കം വലിച്ചാൽ അത് ഐ എന്ന പോയിന്റിൽ കൂട്ടിമുട്ടും. അപ്പോൾ അവിടെ നമുക്ക് ഐ എം ഇമേജ് കണ്ടോ, ഒ ബി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് വസ്തു, അതിൻ്റെ പ്രതിബിംബം അല്ലെങ്കിൽ ഇമേജ് ഐ എം നമുക്ക് കിട്ടുന്നു. അത് ഈ പ്രകാശരശ്മികൾ ശരിക്കും കൂട്ടിമുട്ടുന്നില്ല, അതിനെ നമ്മൾ പിന്നോക്കം വലിച്ച് നീട്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ആ പ്രതിബിംബം മിഥ്യയാണ്. അതായത് നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ല എന്നർത്ഥം. അപ്പം മിഥ്യയാണ്. ഇനി അതിൻ്റെ സവിശേഷതകൾ എന്താണ്? വസ്തുവിൻ്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് കിട്ടണത്. കണ്ടു, മറ്റേ ഇത്ര നേരം കിട്ടിയിരുന്നത് അപ്പുറത്തെ സൈഡിലാണ്. ഇപ്പോൾ ഇത് വസ്തുവിൻ്റെ അതേ സ്ഥാനത്ത് തന്നെയാണ്, മിഥ്യയാണ്. പിന്നെ നിവർന്നതാണ്, പിന്നെ വലുതുമാണ്. ഈ വസ്തുവിനേക്കാൾ വലിപ്പമുണ്ട് പ്രതിബിംബത്തിന്. അപ്പോൾ ഇതാണ് വസ്തു ഫോക്കസിൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ വയ്ക്കുമ്പോൾ ഒരു കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന കേസ്. ഇനി അടുത്തത് കോൺകേവ് ലെൻസാണ്. അപ്പോൾ കോൺകേവ് ലെൻസാണെങ്കിൽ പ്രതിബിംബം വസ്തു എവിടെ വച്ചാലും, ലെൻസിൻ്റെ മുമ്പിൽ എവിടെ വച്ചാലും ഉണ്ടാകുന്ന പ്രതിബിംബം ഈ ഫോക്കസിനും ലെൻസിൻ്റെയും കണ്ടു, ഫോക്കസിൻ്റെ ലെൻസിലും ഇടയിലാണ് കിട്ടണത്. ഇവിടെ നമ്മളിതാ വസ്തു വെച്ചു, ഒബ്ജക്റ്റ്, അതിൽ നിന്നുള്ള ഒരു പ്രകാശരശ്മി മുഖ്യക്ഷത്തിന് സമാന്തരമായത് കോൺകേവ് ലെൻസിൽ തട്ടി റിഫ്രാക്ഷൻ സംഭവിച്ച് അകന്നു പോകുന്നു. വേറൊരു പ്രകാശരശ്മി ഒപ്റ്റിക് സെൻറ്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രത്തിൽ കൂടെ കടന്നുപോയി വ്യതിയാനമൊന്നും ഇല്ലാണ്ട് പോകണു. അപ്പോൾ ഇവ രണ്ടുപേരും ഒരിക്കലും കൂട്ടിമുട്ടില്ല, അകന്നു പോവാണ്. അപ്പോൾ ഇത് രണ്ടും പിന്നാക്കം പ്രൊഡ്യൂസ് ചെയ്താൽ കണ്ടു, പിന്നാക്കം വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ഈ പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഈ പോയിന്റിലാണ് നമുക്ക് ഇമേജ് കിട്ടുക. ആ ഇമേജിൻ്റെ സവിശേഷത കണ്ടു, ചെറുതാണ്, കൂട്ടിമുട്ടണില്ല, അപ്പോൾ അതുകൊണ്ട് മിഥ്യയാണ്. പിന്നെ വലിപ്പം കണ്ടു, ചെറുതാണ്. അപ്പോൾ ഇതാണ് കോൺകേവ് ലെൻസിൽ എവിടെ വസ്തു ഏത് സ്ഥലത്ത് വെച്ചാലും, നേരത്തെ പോലെ കോൺവെക്സ് ലെൻസിൻ്റെ പോലെ എഫിൽ 2F അങ്ങനെയൊന്നുമില്ല. ഇതിൽ എവിടെ വച്ചാലും ഒറ്റ തരത്തിലുള്ള പ്രതിബിംബം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയാണ് ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ആക്കിയിട്ട് നമ്മളൊരു ടേബിൾ പോലെ ഉണ്ട്. അത് ആ ടേബിൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ വസ്തുവിൻ്റെ സ്ഥാനം കണ്ടു, കോൺവെക്സ് ലെൻസിൻ്റെ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 6 കേസുകളും ഇവിടെ ഇങ്ങനെ ഷോർട്ടായിട്ട് നമ്മൾ ഈ കള്ളി വരച്ചതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ വസ്തു വയ്ക്കണത് എവിടെയൊക്കെയാണ്, ഈ വസ്തുവിൻ്റെ സ്ഥാനം ഈ ഏറ്റവും അറ്റത്തുനിന്ന് കിട്ടും. പിന്നെ അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ സ്വഭാവവും വലിപ്പവും പ്രതിബിംബം ഉണ്ടാവുന്നത് എവിടെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെ പ്രതിബിംബം കിട്ടുന്ന പല സ്ഥാനങ്ങളിൽ വസ്തു വയ്ക്കുമ്പോൾ കിട്ടുന്നത്. കോൺകേവ് ലെൻസിൽ ഒറ്റ കേസേ ഉള്ളൂ, വസ്തു എവിടെ വച്ചാലും പ്രതിബിംബം ഫോക്കസിൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ അതേ വശത്ത് തന്നെയാണ് ഉണ്ടാവുന്നത്. ചെറുതാണ്, മിഥ്യയാണ്, നിവർന്നതാണ്, വസ്തുവിൻ്റെ അതേ വശത്ത് തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ലെൻസുകൾ ഉണ്ടാക്കുന്ന പ്രതിബിംബം. ഇത് ഇടയ്ക്കൊക്കെ PSC ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ പഠിച്ചാൽ നല്ലതായിരിക്കും, പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.